എല്ലാവർക്കും നമസ്കാരം. ആദ്യമേ ലൈക്ക് അടിച്ചോളൂ. നമുക്ക് കഥയിലേക്ക് കിടക്കാം. നാട്ടിലെ സമ്പന്ന കുടുംബം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സാമ്പത്തികമുള്ള ആളാണ്, നല്ല ബിസിനസ് ഉണ്ട്, നിലമുണ്ട്, ഒരുപാട് ആൾക്കാർ ജനങ്ങളുടെ ഇടയിലൊക്കെ നല്ല പേരും പ്രശസ്തിയുള്ള ഒരു കുടുംബം. ആ കുടുംബത്തിലെ ഒറ്റ മകളാണ് അദ്ദേഹത്തിന്. അതിൻ്റെ പേര് കൃഷ്ണൻ, മകളുടെ പേര് സിന്ധു. അപ്പോൾ സിന്ധു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് നല്ല സ്വഭാവമാണ്. അങ്ങനെ അപ്പോൾ വിവാഹപ്രായമായപ്പോൾ കൃഷ്ണൻ എല്ലായിടത്തും വിവാഹങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ മാട്രിമോണിയിൽ കൊടുത്തു, ബ്രോക്കർമാരയിലൊക്കെ കൊടുത്തു. നല്ല ചെറുപ്പക്കാരനായിരിക്കണം, നല്ല സ്വഭാവമായിരിക്കണം എന്ന് പറഞ്ഞിട്ടൊക്കെ എല്ലായിടത്തും അങ്ങനെ പല ആൾക്കാർ അന്വേഷണങ്ങൾ വന്നു. അതുപോലെ തന്നെ പെണ്ണ് കണ്ടുപോയി. അങ്ങനെ ഒരു പയ്യൻ വന്നപ്പോൾ അയാളൊരു എൻജിനീയറാണ്. എൻജിനീയർ എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങുകളൊക്കെ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന അതിലത്തെ എൻജിനീയറാണ്. നല്ല സുന്ദരനാണ്, കാണാപ്പോൾ ഇഷ്ടപ്പെട്ടു, ഇവൾക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ അവരും സമ്പന്നർ, ഇവരും സമ്പന്നർ. അപ്പോൾ പിന്നെ പറയണ്ടല്ലോ. അങ്ങനെ കല്യാണം നിശ്ചയിച്ചു. കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം നിശ്ചയിച്ചാൽ പിന്നെ കല്യാണം നിശ്ചയിച്ച വരനും വധുവും തമ്മിലുള്ള ഫോൺ നമ്പർ കൈമാറും. പിന്നെ അവർക്ക് ഫോൺ വിളിയാണ്. ഇവർ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിക്കും. അരമണിക്കൂർ, 3/4 മണിക്കൂർ എന്തൊക്കെയോ പറയണമെന്ന് ഇവർക്ക് തന്നെ മനസ്സിലാവില്ല. ഇവർ സമയം പോണത് എന്താണെന്നുള്ളത് ഇവർക്ക് തന്നെ അറിയില്ല. അങ്ങനെ സിന്ധു ഈ പയ്യനായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് വളരെ ക്ലോസായി. അങ്ങനെ വിവാഹ ദിവസം വന്ന് ആർഭാടമായിട്ടുള്ള വിവാഹമാണ്. വലിയ ഹാളെടുത്തിട്ട് അവിടെ ആ നാട്ടിലുള്ളവർക്ക് മുഴുവൻ സദ്യയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് താലി കെട്ടുന്ന നേരത്തുണ്ട് ആ ചെറുക്കം വന്നില്ല. പയ്യനെ കാണാണ്ടായപ്പോൾ എല്ലാവർക്കും വണ്ടി എന്താ വരാത്തതിട്ട് പോയി വിളിച്ചു ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പയ്യൻ വരില്ല. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു പയ്യൻ ഇവിടെ മിസ്സിങ്ങാണ്. അപ്പം മിസ്സിങ് എന്ന് പറഞ്ഞാൽ പയ്യൻ നാട്ടിലില്ല, ഞങ്ങൾക്ക് ഫോണിലും കിട്ടുന്നില്ല, അവൻ എവിടെയോ നാട് വിട്ടു പോയി, ഇവിടെ ഇല്ല എന്ന് പറയുന്നത്. ഇത്ര മാത്രമാണ് ചെക്കൻ്റെ വീട്ടിൽ ചെക്കൻ്റെ വീട്ടുകാർ അച്ഛൻ അറിയിച്ചത്. ഇതോടുകൂടി ഇവിടെ ആകെ സങ്കട കടലായി. വെളുക്കാഴ്ച അതിനേക്കാളും വിഷമമായി. എന്തുകൊണ്ട് ചെക്കൻ എവിടെ പോയി? ചെക്കൻ ഇത്രയും സംസാരിച്ച് ഇത്രയും ക്ലോസായി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മധുവിധി രാത്രിയിൽ എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് വരെ സംസാരിച്ചു എന്നുള്ളതാണ്. ആദ്യത്തെ കുട്ടി ആര് വേണം, കുട്ടിയുടെ പേരെന്തിടണം, എന്തൊക്കെ സംസാരിച്ച് ഇവരെന്തെല്ലാം പ്ലാൻ ചെയ്തു. അങ്ങനെ നിൽക്കുന്ന ഒരു ചെക്കൻ എന്തുകൊണ്ട് ഒളിച്ചോടിപ്പോയി? ഇതാണ് ഇവളുടെ മനസ്സിൽ, സിന്ധുവിൻ്റെ മനസ്സിലുള്ള ചോദ്യം അതാണ്. ഇനി എന്നെ ഇഷ്ടപ്പെടാണ്ടാണോ? അങ്ങനെ ഇഷ്ടപ്പെടാണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാൾ സംസാരിച്ചത് എന്താണ്? കല്യാണം ഇഷ്ടപ്പെട്ട് കല്യാണം ഉറപ്പിച്ച അന്ന് മുതൽ ഈ കല്യാണ ദിവസത്തിൻ്റെ തലേദിവസം വരെ സംസാരിച്ച ആൾ കല്യാണ ദിവസം എന്തുകൊണ്ട് വന്നില്ല? ഇത് എല്ലാവർക്കും ചോദിക്കുന്ന ചോദ്യമാണ്. ചെക്കൻ മിസ്സായെന്ന് മാത്രമേ പറയണുള്ളൂ. ഇവിടുന്ന് പോയി അവിടെ അന്വേഷിച്ചപ്പോൾ ചെക്കനില്ല. സ്റ്റേഷനിൽ പരാതി കൊടുത്തു, ഇങ്ങനെ ഒരു കല്യാണം വെച്ചു, ഇങ്ങനെ ആ ചെക്കൻ മിസ്സിങ് ആണ് എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞവർ ചെക്കൻ്റെ വീട്ടുകാർ. എല്ലാം കൊണ്ടും ആകെ വിഷമായിട്ട് ഈ ഒരു കല്യാണം നടന്നില്ലെങ്കിൽ ഇവൾക്ക് കുറേ ജാതകദോഷങ്ങളും കാര്യങ്ങളും. ഈ പഴമക്കാരാണുള്ളതൊക്കെ എൻ്റെ ആൾക്കാർ ഈ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ ഒരു 10 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കല്യാണം ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ആ കുടുംബക്കാർക്കുണ്ട്. അവിടെ കൃഷ്ണൻ്റെ അച്ചമ്മ വന്നിട്ട് പറഞ്ഞു മോളുടെ കല്യാണം ഇന്ന് തന്നെ നടക്കണം, അതുമല്ല ഞാൻ വയസ്സായിട്ടിരിക്കുക. ഇനി 10 കൊല്ലം കഴിഞ്ഞിട്ടാണ് കല്യാണം നടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് കാണാനുള്ള യോഗം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ നിമിഷത്തിൽ നിങ്ങൾ ഒരു വരനെ കണ്ടെത്തണം എന്ന് പറഞ്ഞു. ഈ അവസാന നിമിഷത്തിൽ എവിടെ പോയി വരനെ കണ്ടെത്തും? ഇവരെത്ര ആലോചിച്ചിട്ടും ഒരു വരനെ കണ്ടെത്താൻ പറ്റില്ല. ഈ വരനെ കിട്ടിയത് തന്നെ എത്ര അന്വേഷണം കഴിഞ്ഞതിന് ശേഷം കിട്ടിയത്. അപ്പോൾ എല്ലാം ഒത്തുവരണം. അപ്പോൾ ഈ മുത്തശ്ശി പറഞ്ഞ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു സജഷൻ പറയാം. അവളുടെ മുറച്ചെറുക്കനാണല്ലോ ഈ ബിജോയ് എന്ന് പറഞ്ഞവൻ. ആ ബിജോയ് ഇവളെ കല്യാണം കഴിക്കട്ടെന്ന്. ഇവളുടെ മുറച്ചെറുക്കനാണ് ബിജോയ്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ബിജോയ് ഒരു പയ്യനാണ്, അവൻ പഠിച്ചുകൊണ്ടിരിക്കുക. അവനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ ചേച്ചി എന്നാണ് വിളിക്കുന്നത് തന്നെ. ഇവളെക്കാളും 3-4 വയസ്സ് താഴെയവൻ എങ്ങനെ കഴിക്കും? അപ്പോൾ മുത്തശ്ശി പറഞ്ഞൊറ്റ കാര്യമുള്ളൂ, നമുക്ക് വയസ്സല്ല പ്രധാനം, നമുക്ക് വിവാഹം അവളെ നടത്തണം. അവൻ്റെ മുറപ്പെണ്ണല്ലേ, അവൻ കല്യാണം കഴിക്കട്ടെ. അത് പറഞ്ഞോടുകൂടിയിട്ട് എല്ലാവരും നെറ്റി തുളിച്ചു. അത് കഴിഞ്ഞ് ഇവരോട് അഭിപ്രായം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു എനിക്ക് കഴിക്കാൻ പറ്റില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് പഠിച്ച് വലിയ സ്ഥിതിയിലെത്തണം. പോരാത്തതിന് ഞാൻ എൻ്റെ ചേച്ചീനെ അങ്ങനെ കണ്ടിട്ടില്ല, എൻ്റെ സ്വന്തം ചേച്ചിയായിട്ടേ കണ്ടിട്ടുള്ളൂ. ഇന്നവരെ ഞാൻ ചേച്ചി എന്നല്ലാണ്ട് വിളിച്ചിട്ടില്ല. ആ ചേച്ചി എൻ്റെ ഭാര്യയായിട്ട് വരിക എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കല്പിക്കാൻ പറ്റില്ല.
എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കല്യാണത്തിന് സമ്മതമല്ല എന്ന് പറഞ്ഞു. പക്ഷേ മുത്തശ്ശി പറയണതാണ് അവിടെ എല്ലാവർക്കും വേദവാക്യം. മുത്തശ്ശി പറഞ്ഞാൽ അതിൻ്റെ അപ്പുറത്തൊരു വാക്ക് വേറെ ആർക്കും ഇല്ല. കൃഷ്ണനും ഇല്ല, അവരുടെ ബന്ധുക്കാർക്കും ഇല്ല, ആർക്കും ഇല്ല. മുത്തശ്ശി പറയണതിനെ എല്ലാവരും ഏറ്റുപിടിച്ചു. എന്താണ്, വയസ്സൊന്നും പ്രശ്നമാക്കേണ്ട കാര്യമില്ല, നിനക്ക് മുറയുള്ളതല്ലേ, മുറപ്പെണ്ണ് നിനക്കുള്ളതല്ലേ, വയസ്സൊക്കെ ആരും നോക്കണം. ചിലപ്പോൾ 10 വയസ്സ് കൂടുതലുള്ള പെൺകുട്ടീനെ കല്യാണം കഴിക്കണില്ലേ, അവരൊരു 3 വയസ്സുള്ള താഴെയുള്ളൊരു ആളെ കല്യാണം കഴിച്ചു, അതിലിപ്പോൾ എന്താ പ്രശ്നം? അപ്പോൾ അവൻ പറഞ്ഞു എനിക്ക് പഠിക്കണം. പഠിപ്പ് കല്യാണം കഴിഞ്ഞാലും പഠിക്കാമല്ലോ, നിനക്ക് എവിടെ എന്ത് പഠിപ്പാണെങ്കിലും നിനക്ക് പഠിക്കാൻ തയ്യാറാണ്. മുത്തശ്ശി ഒറ്റ കാര്യം പറഞ്ഞു, നീ ഇനി ഒരു ഒഴിവഴിവും പറയണ്ട, ഞങ്ങളെല്ലാം തീരുമാനിച്ചു, മുഹൂർത്തം കഴിഞ്ഞതിന് മുമ്പ് നീ അവളുടെ കഴുത്തിൽ താലി കെട്ടിയോ. അപ്പോൾ അവളോട് പോയി എല്ലാവരും ചോദിക്കുന്നുണ്ട്. അവൾ പറഞ്ഞു, നിങ്ങളെന്ത് പ്രാന്തായി പറയണത്, ഞാൻ ഒരിക്കലും എൻ്റെ ഒരു ഭാവി വരനായിട്ടോ എൻ്റെ ഭർത്താവായിട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ അനിയത്തി ചേച്ചി ബന്ധമാണ്, ആ ബന്ധത്തിലേക്കാണ് നിങ്ങൾ ഇങ്ങനെയുള്ളൊരു കല്യാണം കൊണ്ടുവന്ന് വെക്കുന്നത്. എന്ത് പാവമായി പറയണത് നിങ്ങൾ, എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് ഈ വിവാഹം എന്ന് പറഞ്ഞു. ഇപ്പം അതല്ല നമ്മൾ ചിന്തിക്കുന്നത്, എന്തുകൊണ്ട് നിന്നെ അവൻ വേണ്ടാന്ന് പറഞ്ഞു പോയി. അപ്പോൾ അതിന് ബദലായി നിൻ്റെ കല്യാണം ഒന്ന് നടന്നിരിക്കണം. നിൻ്റെ കല്യാണം ഈ മുഹൂർത്തത്തിൽ നടന്നില്ലെങ്കിൽ നിനക്ക് 10 വയസ്സ് കൂടിയാലേ നിനക്കൊരു കല്യാണമുള്ളൂ ജാതകത്തിൽ. അപ്പോൾ അതുകൊണ്ട് അത് നടക്കില്ല, ഇവനെ കല്യാണം കഴിച്ചേ പറ്റൂ, ബിജോയിനെ കല്യാണം കഴിച്ചേ പറ്റൂ എന്ന് നിർബന്ധമായിട്ട് എല്ലാവരും അതേപോലെയാണ് പറഞ്ഞു. പിന്നെ ഇപ്പോൾ മുത്തശ്ശി പറഞ്ഞാലും വേറെ വാക്കില്ലാത്തതുകൊണ്ട് ഈ ബിജോയും അതുപോലെ തന്നെ സിന്ധും മനസ്സോട് കൂടിയിട്ട് കല്യാണം കഴിക്കുന്ന പന്തലിൽ വെച്ചിട്ട് അത് വെച്ച് കല്യാണം കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഇവളുടെ മനസ്സിലാകെ ചോദ്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇദ്ദേഹം എന്നെ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടുള്ള ആ വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേര് മാധവൻ എന്നാണ്, എന്തുകൊണ്ടാണ് മാധവൻ ഈ അവസാന നിമിഷത്തിൽ എന്നെ വേണ്ടാന്ന് പറഞ്ഞ് നാട് വിട്ടു പോയത്? അതാണ് എനിക്ക് അറിയേണ്ടത്. എന്നെ ഇനി ഇഷ്ടമില്ലാണോ? ആ ഇഷ്ടമില്ലാത്ത രീതിയിലല്ലല്ലോ സംസാരിച്ചത്. നമ്മളെല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചു. അതിപ്പോൾ സെക്സ് ആയാലും ലൈംഗിക ബന്ധമായാലും എന്തൊക്കെ ചെയ്യണം എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിച്ചതാണ്. ഈ കണ്ടതിന് ശേഷം അതിനേക്കാളുപരി അവർ രണ്ടുപേരും സ്നേഹിച്ചു പ്രേമം വരെ ആയിരുന്നു. എന്നിട്ട് വേണ്ടാന്ന് വെച്ച് പോയി എൻ്റെ ആലോചിച്ചിട്ട് ഒരു പിടുത്തമില്ല. അങ്ങനെ കല്യാണം കഴിച്ചു. പിന്നെ ആദ്യരാത്രിക്ക് ഇവർ രണ്ടുപേരും കൂടി റൂമിലാക്കി. ഇവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് ഇങ്ങോട്ട് മുഖം നോക്കിയിരിക്കുക. അപ്പോൾ പറഞ്ഞു, ബിജോയ് പറഞ്ഞു, ചേച്ചീനെ എനിക്ക് ഭാര്യയായിട്ട് കാണാൻ കഴിയുന്നില്ല, എൻ്റെ ചേച്ചീന് എനിക്ക് ചേച്ചീന്ന് അല്ലാണ്ട് വിളിക്കാൻ പറ്റില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എടാ നിൽക്കും പറ്റുന്നില്ല, നീ എൻ്റെ കൊച്ചനുജനാണ്, നമ്മൾ രണ്ടുപേരും ചെറുപ്പം മുതലേ കളിച്ച് വളർന്ന ആൾക്കാരാണ്, നമ്മളങ്ങനെ കണ്ടിട്ടില്ല, നിന്നെ ഞാൻ എടുത്തുകൊണ്ട് നടന്നുള്ളതാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്കും കഴിയില്ല, ഈ ഇവിടെയുള്ള ആൾക്കാർ നമ്മളങ്ങനെ ആക്കിയതല്ലേ. അപ്പോൾ തൽക്കാലം അവർ സന്തോഷം പോലെ നടക്കട്ടെ. ചേച്ചി എനിക്ക് കുറേ പഠിക്കണം, എനിക്ക് വലിയ ജോലി കിട്ടണം, അതാണ് എൻ്റെ ആഗ്രഹം. നീ പഠിച്ചടാ, അതിനിപ്പോൾ വീട്ടുകാർ സമ്മതിക്കുമോ? വീട്ടുകാർ പറഞ്ഞ് ബിസിനസ് നോക്കാനാണ് പറയണത്, പഠിപ്പ് വേണ്ടാന്നാണ് പറയണമെന്ന് പറഞ്ഞു. അതൊക്കെ അല്ലേ ഞാൻ നേരെ മുടക്കുമ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞ് ശരിയാക്കിക്കോളാം, നീ നിൻ്റെ വിദ്യാഭ്യാസം നീ മുടക്കരുത് ഈ പേരും പറഞ്ഞുകൊണ്ട്. നമ്മളെങ്ങനെയാണോ ചേച്ചിയും അനിയത്തിയാണല്ലോ നമ്മൾ ഇന്നലെ വരെ ഉണ്ടായിരുന്നത്, ഇനിയും ചേച്ചി അനിയത്തിയായിട്ട് തന്നെ പോട്ടെ, എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരു രണ്ടുപേരും അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റായി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ നിലത്തും കിടന്നു, അവൻ ബെഡിലും കിടന്നു, രണ്ടുപേരും ഓരോന്ന് ആലോചിച്ച് ഉറങ്ങാണ്ട് നേരം വെളുത്തപ്പോൾ അവന് കോളേജിൽ പോകാനായിട്ട് അവൻ മാറിയപ്പോൾ അവൻ്റെ മുത്തശ്ശി വന്ന് പറഞ്ഞു, നീ എങ്ങടാ പോണ്, നിൻ്റെ പഠിപ്പൊക്കെ അവസാനിച്ച് ഇന്നലത്തോടു കൂടി, നീ വേഗം ബിസിനസ് ഏറ്റെടുക്കുക അച്ഛൻ്റെ കൂടെ, ഇതിനി നിനക്ക് വേണ്ടത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അപ്പോഴേക്കും സിന്ധു വന്നിട്ട് പറഞ്ഞു, മുത്തശ്ശി ഈ ഒരു കാര്യത്തിൽ അവനെ നിർബന്ധിക്കേണ്ട, അവൻ പഠിക്കട്ടെ, പഠിപ്പ് അവൻ്റെ കളയണ്ട, അവൻ 3 കൊല്ലമായിട്ട് പഠിക്കണതാണ്, അപ്പോൾ ഈ ഒരു കൊല്ലം കൂടി പഠിച്ച് അവൻ എന്തെങ്കിലും ഒരു ഇതാവട്ടെ, അവനെ തടയണ്ട നമുക്കെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാൽ ശരി, അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ നമ്മൾ ചെയ്യണേ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കോളേജിൽ പോയി പഠിക്കാൻ പോയി, അവൻ വരും, ഒരുമിച്ച് കിടക്കും, ഓരോ കാര്യങ്ങൾ പറയും, തമാശ പറയും, ഇങ്ങനെ അവരുടെ ജീവിതം ഒരു കൊല്ലം അങ്ങോട്ട് പോയി. അപ്പം മുത്തശ്ശിക്ക് മനസ്സിലായി ഈ കുട്ടികളുണ്ടാവണ ലക്ഷണമൊന്നും കാണാനില്ല, ഇനിയിപ്പോൾ ഒരു പരിപാടി ചെയ്യുന്നുണ്ടാവില്ലേ. മുത്തശ്ശിക്ക് ഒരു സംശയം. മുത്തശ്ശി എന്നിട്ട് എന്തുണ്ടാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വിളിച്ചിട്ട് പറഞ്ഞു, കല്യാണം കഴിഞ്ഞപ്പോൾ ഒരു കൊല്ലമായി, ഇതുവരെ കുട്ടി ഉണ്ടായില്ല, മുട്ടി ഉണ്ടായിട്ടില്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? നിങ്ങളിപ്പോഴും ചേച്ചി അനിയത്തി കളിക്കുകയാണോ? നിൻ്റെ ഭർത്താവാണ് അവനെ നീ ബലമായി പിടിച്ച് പരിപാടി ചെയ്യിക്കണം, എന്നാലാണ് കുട്ടികളുണ്ടാവുള്ളൂ. നിങ്ങൾ രണ്ട് ഭാഗത്തൊക്കെ എടുക്കണമെന്ന് ഞാൻ കണ്ടു, ഞാനും ഒക്കെ വന്ന് നിങ്ങളുടെ റൂമൊക്കെ നോക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കട്ടിലും നിലത്താണ് കിടക്കണത്, ഇങ്ങനെ കട്ടിലും നിലത്തും കിടന്നു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് തന്നെ വന്നാലും
അവൻ പയ്യനാണ്, അവനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നീ അവനെ കൊണ്ട് പരിപാടി ചെയ്യിച്ച് കുട്ടി ഉണ്ടാവണം. എന്നിട്ട് വേണം എനിക്ക് മരിക്കാനായിട്ട്. നിൻ്റെ ഒരു കുട്ടീനെ കണ്ടിട്ട് വേണം എനിക്ക് മരിക്കാനായിട്ട്. ഈ കാര്യം നിൻ്റെ അച്ഛനും അമ്മയ്ക്കും നിനക്ക് പറഞ്ഞുതരാൻ പറ്റില്ല, എനിക്കേ പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ബന്ധപ്പെടണം എന്നുള്ള കർശനമായുള്ള നിർദ്ദേശം കൊടുത്തു. അതേപോലെ തന്നെ മുത്തശ്ശി അവനും പോയി കൊടുത്തു. നീ എന്താണ് പന്ത് കളിച്ച് നടക്കണത്? നിനക്കൊരു ഭാര്യ കിട്ടി, ആ ഭാര്യനെ നീ തൊട്ടിട്ടില്ല ഏതുവരെ? നീ ഭാര്യനെ പോയി തൊട്, എന്നാലല്ലേ നിനക്കൊരു കുട്ടി ഉണ്ടാവുള്ളൂ. ചെറുപ്പത്തിലെ കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ വലിയ ഉപകാരങ്ങളുണ്ട്. അവരെ പഠിപ്പിച്ച് വലുതാക്കി അവർക്ക് ജോലിയും കിട്ടി, അവർക്ക് കല്യാണം കഴിച്ച് അവരെ കുട്ടികളെ കണ്ട് അവരെയും കുട്ടികളെ കണ്ട് നിനക്ക് ഇവിടെ ജീവിക്കാം സന്തോഷമായിട്ട്. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഈ വക കാര്യങ്ങൾക്കൊരു അമാന്തം കാണിക്കരുത്, എത്രയും പെട്ടെന്ന് പൂച്ചിൽ നടക്കട്ടെ എന്ന് പറഞ്ഞു. ഈ മുത്തശ്ശി ഇങ്ങനെ എത്ര ഓപ്പണായിട്ട് പറയുമ്പോൾ അവനാകെ ചമ്മലാണ്, അവനാകെ നാണക്കേട്, അങ്ങനെ വിഷമങ്ങൾ കാര്യങ്ങൾ ഇതൊക്കെയാണ്. അങ്ങനെ ഇവൻ്റെ ഒരു പഠിപ്പ് കഴിഞ്ഞു, ഇവൻ്റെ പഠിപ്പ് വേറൊരു കോഴ്സും കൂടി പഠിക്കാൻ പോകുന്നുണ്ട് ഒരു വേറെ കോളേജിലേക്ക്. അപ്പോൾ ആ കോളേജിൽ വെച്ചിട്ട് ഇവ ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് ആ കോളേജിലുള്ള ഒരു പെൺകുട്ടിയായിട്ട് ഞാൻ സ്നേഹത്തിലാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഞെട്ടിപ്പോയി. ഭാര്യയോടെ വന്ന് പറയണത്, എനിക്ക് അവളെ കല്യാണം കഴിക്കണം ചേച്ചി എനിക്ക് അത് സാധിച്ചു തരണം. ഞാനെന്ത് ചെയ്യാനാ, നമ്മുടെ ഈ കെട്ട് പൊട്ടിച്ചാൽ മതി, അപ്പോൾ ഞാൻ കല്യാണം കഴിക്കാം, അതുപോലെ തന്നെ ചേച്ചിക്കും കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു. വേറെ കല്യാണം ചേച്ചിക്കും കഴിക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ ഇപ്പം അതൊന്നും പറയണ്ട, ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ, നീ ഇപ്പോൾ ആരോടും ഇവ കാര്യങ്ങൾ പറയണ്ട, ഇതൊക്കെ അവസരം വരുമ്പോൾ നമുക്ക് അതൊക്കെ പറഞ്ഞ് അമ്മാമ്മോടും അച്ഛനോടും അമ്മോടൊക്കെ പറഞ്ഞ് നമുക്ക് ശരിയാക്കാം. നീ ഇപ്പം സമാധാനിക്കുകയെന്ന് പറഞ്ഞു. നീ ഇപ്പം പഠിത്തത്തിൽ ശ്രദ്ധിക്കുക, പ്രേമത്തിൽ ശ്രദ്ധിക്കേണ്ട കേട്ടോ പറഞ്ഞു. അപ്പോൾ വന്ന് അങ്ങനെ ദിവസം അവളായിട്ട് സംസാരിച്ചതും അവൾ ഫോൺ ചെയ്തതും അവൾ കത്ത് തന്നതും അവളായിട്ട് ചായ പിടിക്കാൻ പോയതും സിനിമയ്ക്ക് പോയതും ഒക്കെ വന്ന് ഭാര്യയോടാണ് പറയണതൊക്കെ പറയും, ഇവളിതൊക്കെ കേൾക്കും. അങ്ങനെ ഒരു ദിവസം ഒരു ദിവസം പെട്ടെന്ന് ഈ നമ്മുടെ ബിജോയ്ക്ക് പെട്ടെന്ന് ഒരു ദിവസം വയറുവേദന വന്നപ്പോൾ നമ്മൾ കോളേജിൽ പോയില്ല. അപ്പോൾ ഇവളും കൂടി രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്തുണ്ട് ഇവളെ കല്യാണം ആലോചിച്ച് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞ ആ വ്യക്തി ഒരു കുട്ടിയും ഭാര്യയും ഇയാളും കൂടി വന്നിട്ട് അവിടെ ഹോസ്പിറ്റലിൽ വന്ന് നോക്കണം. ഇത് കണ്ടോട് കൂടിയിട്ട് നമ്മുടെ ബിജോയ്ക്ക് ആളെ മനസ്സിലായി, അയാൾക്ക് ഇവളെയും മനസ്സിലായി, ഇവൾക്ക് അയാളെയും മനസ്സിലായി. പക്ഷേ മാധവൻ്റെ ഭാര്യയ്ക്ക് മനസ്സിലായില്ല. ഇത് കണ്ടോട് കൂടിയിട്ട് ഇവളുടെ മനസ്സിൽ ഒറ്റ ചിന്തയുള്ളൂ, എന്നെങ്കിലും ഇയാളെ കാണണം, എന്തുകൊണ്ടാണ് എന്നെ ഉപേക്ഷിച്ച് പോയതെന്ന് അറിയാനായിട്ട്. ഇവൾ നേരെ അയാളുടെ അടുത്ത് ചെന്ന് ചോദിച്ചു, നമ്മൾ ഈ കല്യാണം കഴിയുന്നതിന് മുമ്പ് എന്തെല്ലാം കാര്യങ്ങൾ സ്വപ്നം കണ്ടതാണ്, എന്തെല്ലാം നമ്മൾ സംസാരിച്ചു, അത് കഴിഞ്ഞൊരൊറ്റ രാത്രി കൊണ്ട് ഇതെല്ലാം വലിച്ചെറിഞ്ഞ് നിങ്ങൾ നാട് വിട്ടു പോകാനുള്ള കാരണം എന്താണ്, അതെനിക്ക് ഇപ്പം അറിയണമെന്ന് പറഞ്ഞു. ഈ ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത്. അപ്പോൾ ബിജോയി അവിടെ നിൽക്കുന്നുണ്ട്, അപ്പോൾ മാധവൻ്റെ ഭാര്യ നിൽക്കുന്നുണ്ട്, എല്ലാം കൂടിയായിട്ട് അയാൾ ആകെ അങ്ങോട്ട് വിയർത്ത് ആകാണ്ട് ഇല്ലാണ്ടായി ഇവരുടെ മുമ്പിൽ ഭാര്യയുടെ മുമ്പിൽ വെച്ചിട്ട് ചോദിച്ചോട് കൂടിയിട്ട്. അപ്പോൾ പറഞ്ഞു, ഇവൾക്ക് അറിയാത്ത കാര്യമൊന്നുമല്ലത്, ഞാൻ നിന്നോട് പറയാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പ്രേമത്തിലായിരുന്നു. ആ പ്രേമം വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ രണ്ടുപേരും ആ പ്രേമം ഉപേക്ഷിച്ച് ഇവൾ വേറെ കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചു. ഈ മാധവെന്ന് പറഞ്ഞ ആളും വേറെ കല്യാണം കഴിയാൻ ഞങ്ങൾ ഉദ്ദേശിച്ചു. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും പിരിഞ്ഞതിന് ശേഷമാണ് ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വന്നതും ആ സിന്ധുവിൻ്റെ പെണ്ണ് കാണാൻ വന്നതും അങ്ങനെ അത് ഉറപ്പിച്ച് അങ്ങനെ നീയായിട്ട് സംസാരിച്ച് എൻ്റെ ഇവളായിട്ടുള്ള ആ പ്രേമം മറക്കും എന്ന് ഞാൻ വിചാരിച്ചു. എത്ര നിന്നോട് സംസാരിച്ചിട്ടും എത്ര ഇടപഴകിയിട്ടും ഒരിക്കലും നിന്നെ എനിക്ക് പ്രേമിക്കാനോ അവളുടെ മുഖം മറക്കാനോ എനിക്ക് സാധിച്ചില്ല. അതെൻ്റെ കുറ്റമായിരിക്കാം. അവസാന നിമിഷം വരെ അവൾക്കും സാധിച്ചില്ല. ഇനി വേറൊരാളെ കല്യാണം കഴിക്കാൻ ഇവൾക്കും സാധിച്ചില്ല, എനിക്കും സാധിച്ചില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഇവിടുന്ന് മാറി നിന്നു. കല്യാണ ദിവസം ആരോടൊന്നും പറയാണ്ട് ഞാൻ മാറി നിന്നു. അത് കഴിഞ്ഞിട്ട് ഇവളെയും കൊണ്ടുപോയി ഞാൻ രജിസ്റ്റർ ചെയ്തു. ഇപ്പം ഞങ്ങൾക്കൊരു കുട്ടിയായി. ഇതാണ് ഉണ്ടായത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഈ ഒരു കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നാളെ കാത്തിരുന്നത്. നിങ്ങൾ എന്താണ് എന്നെ വേണ്ടാന്ന് വെച്ചത്? ഇങ്ങനെയൊക്കെ സംസാരിച്ച് നമ്മൾ ഒരു പദം ഇത്ര അടുത്തിട്ട് നിങ്ങൾ എന്നെ വലിച്ചെറിഞ്ഞപ്പോൾ എനിക്കത് വലിയൊരു ഷോക്കായി. ഇപ്പം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചോ, എനിക്ക് യാതൊരു പ്രശ്നമില്ല, സത്യം മനസ്സിലാക്കിയല്ലോ. ഇതൊക്കെ കേട്ട് കിഷോർ നിൽക്കുന്നുണ്ട്. അപ്പോൾ കിഷോർ പറഞ്ഞു, ചേച്ചി വാ പോവാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ അവിടെ നിന്ന് പോന്നു.
അങ്ങനെ പോന്നു കഴിഞ്ഞിട്ട് അന്ന് രാത്രിയിൽ ഇവർ രണ്ടുപേരും റൂമിൽ കയറിയിട്ട് ഈ കാര്യങ്ങൾ രണ്ടുപേരും ചർച്ച ചെയ്യുക. ബിജോയും സിന്ധും കൂടി ചർച്ച ചെയ്യാം. അപ്പോൾ ബിജോയി ഒരു ഡയലോഗ് വിളിച്ചു, സിന്ധു നീ കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് നീ വിഷമിക്കണ്ട. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നിൻ്റെ ഭർത്താവായിട്ട് ഞാനുണ്ട്, ഞാനാണ് നിൻ്റെ ഭർത്താവ്. ഇത് കേട്ടോട് കൂടിയിട്ട് സിന്ധു ആകെ ഞെട്ടി. ഇന്നവരെ സിന്ധുന്ന് അവൻ വിളിച്ചിട്ടില്ല, ഇപ്പോൾ സിന്ധുന്നാണ് വിളിക്കുന്നത്. എന്താണെന്ന് ഇവൾക്ക് യാതൊരു പിടിയും കിട്ടുന്നില്ല. ഇവളാകെ മാനത്തേക്ക് നോക്കുക. അപ്പോൾ അവൻ പറഞ്ഞെന്താ വെച്ചാൽ, എനിക്ക് കോളേജിലൊരു പ്രേമമുണ്ടെന്ന് പറഞ്ഞത് വെറുതെ പറഞ്ഞതാണ്. എനിക്കങ്ങനെ ഒരു പ്രേമം ആരോടുമില്ല. ഞാൻ എന്നും വന്ന് നുണയെ പറയണത്. കാരണം എന്താണ്, ഇന്നല്ലെങ്കിൽ നാളെ ചേച്ചിക്ക് ഏതെങ്കിലും ബന്ധം ഈ ആൾ തന്നെ തിരിച്ചു വരാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നല്ലൊരു ആളായിട്ട് കല്യാണം കഴിക്കാനോ ഒരു ആഗ്രഹം വന്നാൽ ഞാനൊരു തടസ്സമാകരുത് എന്ന് കരുതി മാത്രമാണ് സിന്ധു നിന്നിൽ നിന്ന് ഞാൻ വിട്ടുനിന്നതും നമ്മൾ രണ്ടുപേരും രണ്ട് കടയ്ക്കൽ ഈ ഒരു 1.5 കൊല്ലമായിട്ട് ജീവിച്ചതും. പക്ഷേ ഇന്നത്തോടുകൂടി എനിക്ക് മനസ്സിലായി, ഈ ആൾ തിരിച്ചു വരില്ല. അയാളെ കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ട്. സിന്ധു നീന് വേറൊരു കല്യാണം കഴിക്കില്ല എന്നും എനിക്കറിയാം. അതുകൊണ്ട് ഇനി സിന്ധുവാണ് എൻ്റെ ഭാര്യ. നമുക്ക് ഭാര്യയും ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാം. വയസ്സും മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്കൊരു വിഷയമല്ല എന്ന് പറഞ്ഞതോടുകൂടി അവൾക്ക് മനസ്സിലായി. അവൾക്കും ഇവനെ ഇഷ്ടമാണ്. അങ്ങനെ അന്നാണ് അവിടെ ആദ്യ രാത്രി നടന്നത്. അന്നാണ് അവർ ആദ്യമായി ബന്ധപ്പെടുന്നത്. കല്യാണം കഴിഞ്ഞ് 1.5 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പോൾ അവർക്കിപ്പോൾ 2 കുട്ടികളായി. അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. 3 വയസ്സ് മേലെയോ 10 വയസ്സ് മേലെയോ 5 വയസ്സ് മേലെയോ ഒന്നും അവരുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നം സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറന്നവരൊന്ന് ലൈക്ക് അടിച്ചോളൂ. അടുത്തൊരു സംഭവമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ.